ഹായ്, ഇറ്റ്സ് മീ ശരൺ. ലിവിങ് ബിഹൈൻഡ് ദ വീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്നോട് പരിചയപ്പെടാൻ പോകുന്നത് 2026 ഫേസ് ലിഫ്റ്റഡ് മോഡലായ നമ്മുടെ മാരുതി സുസുക്കി ബ്രസയാണ്. വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയാണ് മാരുതി സുസുക്കി ബ്രസ നമുക്കിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയേണ്ടത് എഞ്ചിനാണ്. ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു എഞ്ചിനും വന്നിട്ടുണ്ട്. അതുപോലെ CNG ഇതിലും അവൈലബിൾ ആണ് എഞ്ചിൻ. നമുക്ക് വണ്ടിയുടെ മുൻവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ DRLും ഇവിടെ കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഗ്രില്ലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗോൾഡിഷ് കളറിലാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഗ്രില്ല് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സുസുക്കിയുടെ ഒരു എംബ്ലവും ഇവിടെ കാണാം. പിന്നെ ഒരു 360 ഡിഗ്രി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് ബഡ്ജ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബമ്പറിലാണ് ഒരു റീഡിസൈനിങ് നടന്നിരിക്കുന്നത്. നമ്മുടെ വിക്ടോറിയസിലൊക്കെ വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ ബമ്പർ അവർ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 198 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ബോണറ്റിലോട്ടും മറ്റും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല മുന്നത്തെ ബ്രസയായി നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് വശങ്ങളുടെ കാഴ്ചയിലോട്ട് പോവാം. വശങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാഡിങ് സൈഡ് വശം ചേർന്ന് ബാക്ക് വരെ പോയിട്ടുണ്ട് ഈ ക്ലാഡിങ്. അതുപോലെ തന്നെ നമുക്കൊരു 16 ഇഞ്ച് വീലാണ് വരുന്നത്. നല്ലൊരു പുതിയ മോഡൽ അലോയിയാണ് ഈ 16 ഇഞ്ചിന് വരുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് അലോയ്. ഇനി നമ്മുടെ മിററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് ഇൻഡിക്കേറ്റർ നല്ല ഭംഗിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം A പില്ലറും B പില്ലറും അത് ബ്ലാക്ക് കളർ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി വന്നാൽ ഭാരത് എൻക്യാപ്പിൻ്റെ 5 സ്റ്റാർ സേഫ്റ്റി തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ചൈൽഡിനും അഡൽട്ടിനും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. നമുക്കിനി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ പഴയ ബ്രസയുമായി നോക്കുമ്പോൾ വന്നിട്ടില്ല. അതേ ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ ഡിഫോഗർ വന്നിട്ടുണ്ട്. പുറകിലൊരു വൈപ്പർ വന്നിട്ടുണ്ട്. പഴയ ബ്രസയിലുള്ളതുപോലെ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. നമുക്കിനി അതെനിക്ക് ബാക്ക് സെൻസർ വന്നിട്ടുണ്ട്. നമുക്കിനി ഡിക്കി സ്പേസും കൂടെ നോക്കാം. 328 ലിറ്ററാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്. 60/40 ആണ് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിക്കിയിലൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളും മറ്റും എടുക്കുന്നതിനും മറ്റുമൊക്കെ ലാമ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ സ്റ്റെപ്പിനി ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ സ്റ്റെപ്പിനി വരുന്നില്ല. അതിന് പകരം ഒരു പഞ്ചർ കിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു CNG മോഡലും വരുന്നത് കൊണ്ടായിരിക്കണം ഇതിനകത്ത് സ്റ്റെപ്പിനി എടുത്ത് മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഡിക്കി അടച്ചു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ലോക്കാണ് ഈ ഡിക്കിക്ക് വരുന്നത്. അത് നേരത്തെ ബ്രസയ്ക്കും ഉള്ളതുപോലെ തന്നെയാണ് അത് മാഗ്നറ്റിക് ലോക്ക്. നമുക്കിനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂവൽ ടാങ്ക് 48 ലിറ്റർ ഫ്യൂവൽ ടാങ്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. വളരെ വലിയൊരു ഫ്യൂവൽ ടാങ്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് തുറക്കാം. ഓക്കെ, നമുക്കിനി വണ്ടിയുടെ ഉൾവശത്തോട്ട് പോവാം. വണ്ടിയുടെ ഉൾവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 4 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ വന്നിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്യാനുള്ള ബട്ടണും വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രീമിയം ലെതർ കുഷനിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൈ സപ്പോർട്ടിനും മറ്റൊക്കെ ആയിട്ടായിരിക്കണം. ഇതിലൊരു ആംബിയൻസ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. കൊള്ളാതെ കേട്ടോ. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ അതിന് ആംബിയൻസ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളോട് വന്നു കഴിഞ്ഞാൽ ഒരു മാരുതി സുസുക്കിയുടെ ഒരു എംബ്ലം, പിന്നെ അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വോളിയം അപ്പ് ഡൗൺ, പിന്നെ അതിൻ്റെ മോഡുകൾ, അത് കാര്യങ്ങളെല്ലാം. പിന്നെ മീറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ വണ്ടിയുടെ ഇതേപോലെ തന്നെ ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം അതെല്ലാം സാധാ പഴയ മോഡൽ മീറ്ററാണ് വന്നിട്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ടിങ് സ്റ്റോപ്പ്, അതേ കണക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ നമ്മുടെ പാർക്കിങ്ങിൻ്റെത്,
പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഇതിൻ്റെ മീറ്റർ കൺസോളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ അഡാസ് ലെവൽ 1 ഫീച്ചർ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ടച്ച് സ്ക്രീനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കണക്ക് നമ്മുടെ എ സിയുടെ ബട്ടണും കാര്യങ്ങളെല്ലാം ബട്ടൺ ടൈപ്പാണ്, ടച്ച് ടൈപ്പ് അല്ല എന്തായാലും വന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യം. അതിനുശേഷം ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിന് വരുന്നത് ഒരു മാനുവൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അതിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നില്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ ഇന്ത്യയിലൊക്കെ ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കിനി സീറ്റിൻ്റെ ഇത് നോക്കാം. സീറ്റിനകത്ത് നമുക്ക് നല്ല അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഇതിനെ പൊക്കം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഇതിൽ, അത് കൊള്ളാം. പിന്നെ എടുത്ത് പറയത്തക്ക കാര്യങ്ങൾ പുതുതായിട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും തന്നെ ഇല്ല. നമുക്കിനി പുറകിലോട്ട് പോകാം. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ലെഗ് സ്പേസ് തന്നെ. ഞാനിപ്പോൾ ഇത് ഒരുപാട് പുറകോട്ട് പിടിച്ചിട്ടുകൊണ്ടാണ് നമുക്ക് ഇതിന് ലെഗ് സ്പേസ് തോന്നിക്കാത്തത്. പിന്നെ അത് തന്നെ ഹെഡ് റെസ്റ്റും വളരെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെഡ് റെസ്റ്റാണ് ഇതിന് വരുന്നത്. റിയറിൽ AC വരുന്നുണ്ട്. പഴയ വണ്ടിയിലാണെങ്കിൽ തന്നെ റിയറിൽ AC വരുന്നുണ്ട്. അതാണ്ട് ഇതാണ് റിയറിൽ AC വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. ബാക്കിലും ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതെ, ഇതാണ് ലൈറ്റ് വരുന്നത്. നമ്മുടെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ മാരുതി സുസുക്കി ബ്രസയിൽ രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ടെക്നോളജി ബേസിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഞാനത് വീഡിയോയിൽ ഒന്ന് കറങ്ങി പറഞ്ഞപ്പം വിട്ടുപോയി പറയാൻ. ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ് എക്സിറ്റ് വാർണിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. അതെനിക്ക് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതുതന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ. അതുപോലെ തന്നെ TPMS എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പർ ആൻഡ് വാഷർ വന്നിട്ടുണ്ട്. അതുപോലെ ആട്ടോ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടെക്നോളജി വൈസിൽ നമ്മുടെ പുതിയ മാരുതി സുസുക്കി ബ്രസ 2026 ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.